പോരാ, ശക്തിയോടെ പറയണം. ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് ദൈവം നമ്മോട് അരുളി ചെയ്തൊരു അരുളപ്പാടാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. സ്വത്രം. നമ്മുടെ കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക പരിജ്ഞാനം കൊണ്ട് നമ്മെ നിറച്ചിരിക്കുമ്പോൾ നമ്മൾ ബുദ്ധികെട്ടവരെ പോലെ പ്രവർത്തിക്കരുത്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ബുദ്ധിയില്ലാത്തവർ ആകരുതെന്ന്? പിശാച് ഏതു വിധത്തിലും നിങ്ങളെ തകർക്കും. അതുകൊണ്ട് സങ്കീർത്തനം 34 പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയിലേക്ക് നോക്കണം. സ്വത്രം. നിങ്ങളെ കൊണ്ട് കഴിയാത്തത് എന്ത് തന്നെ ആയാലും അത് സർവശക്തനായ ദൈവം തീർത്തു തരുവാൻ മനസ്സുള്ളവനാണ്. സ്വത്രം. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ മനം കലങ്ങി, നമ്മൾ വ്യാകുലപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കലും ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കയില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്വത്രം. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിലവിളിക്കുന്നത് മനുഷ്യരുടെ മുൻപിലാകരുത്, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെയും സർവശക്തനായ ദൈവം കൈവിടത്തില്ല. ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിലവിളി ഉയരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നോക്കുന്നത് ദൈവത്തെ അല്ല, ദൈവമുഖത്തേക്കല്ല, പിന്നെയോ ലോകത്തിലെ മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് അവരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വായിക്കാം. ഹോശയ്യ പ്രവാചക പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ഹോശയ്യ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എടുത്തില്ലയോ? ഹോശയ്യ ദേവദാസൻ പറഞ്ഞതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായമാണ്. സ്വന്തം ഇസ്രായേൽ മക്കളെ, ദൈവത്തിന്റെ വചനം കേൾപ്പിൻ. സ്വത്രം. ആരാണ് ഇസ്രായേൽ മക്കൾ? സ്വത്രം. ആരാണ്? നിങ്ങളും ഞാനുമാ. വാഗ്ദത്ത ഇസ്രായേലിന്റെ തലമുറകളാ നിങ്ങളും ഞാനും. നിങ്ങൾ ലോകത്തിൽ ഭോഷന്മാരാകാതെ ശ്രേഷ്ഠനായ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളെ വിട്ടുകൊടുത്താൽ അവൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കും. ആ നിങ്ങളോട് ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്ക്, അതനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കൂട്ടാളി അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിലാപം നൃത്തമാകും. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് അത് പ്രകാരം ജീവിക്കുവാൻ. എന്താണ് ദൈവം പറയുന്നത്? എന്താണ് ദൈവത്തിന് ദേശത്തോടുള്ളത്? ദേശത്ത് സത്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മിഥ്യയുടെ പുറകെ പോകാതെ സത്യവാനായ ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യണം. ദേശത്തെന്തില്ല? സത്യമില്ല. അപ്പൊ പിന്നെ ദേശത്ത് എന്താ ഉള്ളത്? കള്ളത്തരങ്ങളാ, നാട്യങ്ങളാ, സ്വത്രം, അഭിനയങ്ങളാ, സ്വത്രം. പൊട്ടനെ ചെട്ടിയ ദൈവം ചതിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ട് കാണാൻ വഴിയില്ല. കേട്ടിട്ടുള്ളവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിരപരാധിക്കെതിരെ ആര് കരം നീട്ടിയാലും സർവശക്തനായ ദൈവം അവരെ കൈകാര്യം ചെയ്യാതെ വിടത്തില്ല. കരഞ്ഞും വിലപിച്ചും മുറവിളിയിട്ടും കൊണ്ട് ഞാൻ എവിടെ നിന്ന് രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടും, ആരെന്നെ സഹായിക്കും എന്ന് ചോദിക്കുമ്പോൾ നിനക്കുള്ള ചോദ്യത്തിന് ഉത്തരം തരുവാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു മത നേതാവിനും ഒരു പള്ളിക്കാർക്കും ഒരു പാസ്റ്റർക്കും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ നിന്റെ നിലവിളി മനുഷ്യന്റെ മുമ്പിലല്ല. നീ നിലവിളിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുമടക്കി നില
നിലവിളിച്ചാൽ സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് കേട്ട് മറുപടി അയക്കും. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി പുതിയ ഭരണകർത്താക്കൾ വരികയാ. സ്തോത്രം. അവരിനി എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുക. പക്ഷേ നിങ്ങളുടെ കാത്തിരിപ്പിന് ഭംഗം വരും. സ്വത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചെന്നു വരത്തില്ല. കാരണം നമ്മളിൽ പലരെയും ജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി കടന്ന് നെട്ടോട്ടവും നെടിയോട്ടവും ഓടിയിട്ടും അവരിൽ പലരും ജയിച്ചില്ല. ജയിക്കുമെന്ന് പ്രതീക്ഷ വെച്ചവർ തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിച്ചു. അങ്ങനെയെങ്കിൽ ലോകം മാറി മറിയും. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം മാറുന്നില്ല. ലോകത്തിലെ ഭരണകൂടങ്ങൾ മാറി മറിയും, ദൈവത്തിന്റെ വചനം മാറത്തില്ല. ലോകത്തിന്റെ നിയമങ്ങൾ മാറി മറിയും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഈ നല്ല പകലിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആശ്രയിച്ചത് ലോകത്തിലെ മനുഷ്യനെയാണെങ്കിൽ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. എന്നാൽ സകലതും തന്നു നിറയ്ക്കാം, ഒരു നാൾ ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. അതിനെ തടുക്കുവാൻ, അതിനെ തകർക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കുഞ്ഞെ, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ശുഭഭാവി നിങ്ങൾ പ്രാപിക്കരുത്. ദൈവത്തിന്റെ കരുത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സത്യമില്ലാത്ത ദേശത്ത്, സമാധാനം ലഭിക്കാത്ത ഈ ദേശത്ത് നിന്റെ സമാധാനത്തിൽ നടക്കുവാൻ കർത്താവ് മതിയായവനാണ്. നമുക്ക് വചനം പറയുന്നു, ദേശത്ത് സത്യവുമില്ല ദയയുമില്ല. സ്വത്രം. അങ്ങനെ സത്യമുണ്ടായിരുന്നെങ്കിൽ, ദേശത്ത് കരുണയുണ്ടായിരുന്നെങ്കിൽ, ദയയുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ജയിച്ചവരല്ല ഈ വർഷം ജയിക്കുവാൻ. ഒരല്ലേ പറയാമോ? സ്വത്രം. സത്യത്തിന്റെ വഴിയിൽ നടന്നിട്ടുള്ള ഒരു വ്യക്തിയും പരാജയപ്പെട്ട ചരിത്രം ഇന്ന് വരെ ലോകത്തിലില്ല. ആരൊക്കെ സത്യത്തെ മറിച്ച് കളയാൻ ശ്രമിച്ചാലും അവർ മറിയുകയല്ലാതെ സത്യം മറിയത്തില്ല. സ്വത്രം. നീതിയുടെ പ്രമാണത്തെ മറിച്ച് കളഞ്ഞവർ മറിഞ്ഞു പോകും, നീതി നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയുകയാണ്, കർത്താവിന്റെ വചനം അനുസരിച്ച് നടന്നാൽ നിന്റെ മേലുള്ള നീതി ദൈവം വെളിച്ചത്തിൽ കൊണ്ടുവരും. സ്വത്രം. അടുത്ത എന്താ പറയുന്നത്? ദൈവിക പരിജ്ഞാനം. ഈ വായിച്ചുകൊണ്ടിരിക്കുന്നവര് അവിടെ കൈ വെച്ചിട്ട് വേണം നോക്കാനും ശ്രദ്ധിക്കാനും. സ്വത്രം. ഇത് വല്ലയിടത്തോട്ടും വായിച്ചു കഴിഞ്ഞിട്ട് വല്ലയിടത്തോട്ടും നോക്കിയിരുന്നാൽ ദൈവകൃപ നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകും. എനിക്കിത് പറയാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് വായിക്കാതെ അല്ല, ഞാൻ ബൈബിൾ എടുത്ത് വെക്കാതെ അല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തിന്റെ വചനം തിട്ടവും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ നല്ല പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. വ്യക്തമായി പറയട്ടെ. സ്വത്രം. ഇവിടെ പറയുന്നത് പരിജ്ഞാനമില്ലാതെ പോകുന്നത് കൊണ്ടാണ് നാം ചൂഷണം ചെയ്യപ്പെടുന്നത്. സ്വത്രം. നാം കബളിപ്പിക്കപ്പെടുന്നത് പരിജ്ഞാനമില്ല. നമ്മൾ ദൈവം പറഞ്ഞത് ഗ്രഹിക്കാതെ നാം ലോകത്തെ നോക്കുകയാണ്. സ്വത്രം. കഴിഞ്ഞ ദിവസം ടിവിയും റേഡിയോയും ഒക്കെ ഘോരം വിളിച്ചു പറഞ്ഞ ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷെ ടിവിക്കാർക്ക് പോലും പ്രതീക്ഷിക്കാൻ ഒക്കാത്ത, മാധ്യമങ്ങൾക്ക് പ്രവചിക്കാനൊക്കാത്ത നിലവാരത്തിൽ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞെങ്കിൽ നിന്നെ വിളിച്ച ദൈവമുണ്ടല്ലോ, നിന്നോട് ചെയ്ത വാഗ്ദത്തം മാറത്തില്ല. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായും ഒരു കൊയ്ത്തിന്റെ അനുഭവം സ്വർഗം നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ആമേൻ പറ. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രത്യാശയ്ക്ക്
ഭംഗം വരുത്താതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണും നാളുവരെയും ദേശത്തെ വാഴുന്ന ഒരു അധികാരി വർഗങ്ങളും ഒരു പൈശാചിക ശക്തികളും ഒരു അന്ധകാരത്തിന്റെ പോരുകളും നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ തകർത്ത് കളയാതെ കാക്കുവാൻ മനസ്സുള്ളവനാ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെ ആകരുത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ നിൽക്കണം. സ്തോത്രം. അങ്ങനെ ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ നിന്നാൽ ഭൂമിയിലെ സകല മനുഷ്യരെക്കാളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾ മാറും. സ്തോത്രം. ആരൊക്കെ നിങ്ങൾക്കെതിർ നിന്നാലും കർത്താവ് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം സ്തോത്രം 27-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യം. സ്തോത്രം. ഇല്ലയോ? ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, സ്വന്തം നോക്കേ, സത്യസന്ധമായി നീതി നടപ്പാക്കി ദൈവരാജ്യത്തെ ഭൂതലത്തിൽ കൊണ്ടുവരാൻ വേണ്ടി യേശു കർത്താവ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ സ്വത്രം അവിടെ കണ്ട ദൈവമഹത്വം കണ്ടിട്ട് പിശാചിന് സഹിക്കവയ്യാതെ പിശാചി എങ്ങനെയും യേശുവിനെ ഒതുക്കണം എന്നുള്ള പൂർണ്ണ ദൃഢനിശ്ചയത്തോടു കൂടി ഇപ്പൊ കോടതിയുടെ മുമ്പിൽ കൊണ്ട് വാദത്തിനായി നിർത്തിയിരിക്കുക. സ്വത്രം. അവിടെ ഉണ്ടായിരുന്ന വക്കീലന്മാര് മാറി മാറി വാദിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റം കാണാതെ വന്ന് ഉടനെ ജനം മൊത്തവും കൂടെ ഒരുമിച്ച് പറയുകയാണ്, ഇവനെ ഞങ്ങൾക്ക് വേണ്ട. സ്വത്രം. അതല്ലേ കഴിഞ്ഞ ദിവസം നടന്നത്? സ്വത്രം. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവളെ ഞങ്ങൾക്ക് വേണ്ട, ഇവരെ ഞങ്ങൾക്ക് വേണ്ട. വേണ്ടവരെ അവർ തെരഞ്ഞെടുത്തു. സ്വത്രം. ഓർക്കണേ, നീ നിന്നപ്പോൾ നീ എവിടെയാ നിന്നതെന്നും എങ്ങനെയാ നിന്നതെന്നും ആരാ നിർത്തിയതെന്നും നീ മറന്നു. സ്വത്രം. ഈ ആണ്ടോട് ആണ്ട് ഇടിവെട്ടുമ്പോ ചില കുമിളുകൾ മുളച്ചു വരും. സ്വത്രം. അത്രയേ ഉള്ളൂ ഇവരൊക്കെ. സ്വത്രം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് പുഴുക്കുത്തുണ്ടാവും. സ്വത്രം. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ ഇത് അളിഞ്ഞു വാടിപ്പോകും. സ്വത്രം. ഇപ്പോഴും അതാ സംഭവിക്കാൻ പോകുന്നത്. ഇന്നലെ ഞങ്ങളുടെ നേതാവ് സിന്താവ ഇന്ന് ചെന്ന് നോക്കണം, ആ നേതാവിന്റെ മോന്തയ്ക്ക് നോക്കി ചിരിക്കാൻ നോക്കിയാൽ മോന്തൽ അവിടെ ഇഞ്ചി നിന്ന് കുരങ്ങിനെ പോലെ ഇരിക്കും. ഇന്നലെ നീ ചിരിച്ചത്, ഇന്നലെ നിന്നോടുകൂടെ ചിരിച്ചത് അവന്റെ കാര്യം കാണാനാണ്, അവളുടെ കാര്യം കാണാനാണ്. ഇപ്പൊ നീ നോക്കിയ ഇഞ്ചി കുരങ്ങിനെ പോലെ ഇരിക്കും. സ്വത്രം. എന്താ കാരണം? സ്വത്രം. നീ ഉയർത്തിയത് ദൈവത്തെ അല്ല, മനുഷ്യനെയാ. നീ കൈയടിച്ചത് ദൈവസന്നിധിയിലല്ല, ലോകത്തിന് മുമ്പിലാ. സ്വത്രം. ആണ്ടോടാണ്ട് മാറി വരുന്നവനെ പൊക്കിയെടുത്തോളം നടന്നാണല്ലോ നീയും താഴെ വീഴും. പക്ഷെ മാറ്റമില്ലാത്തവനെ കർത്താവിനെ നീ ഉയർത്തിയാലല്ലോ നീ നിലനിൽക്കും. നിന്റെ തല ഉയർത്തില്ല, നിന്റെ തല ഉയരും. പക്ഷെ ആണ്ടോടാണ്ട് പൊക്കുന്നത് താഴും, നീയും താഴും. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഉയർത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവനുള്ള ഉയർച്ചയ്ക്ക് മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനായ ഒരുവനുള്ള സർവശക്തനായ കർത്താവ്. ആ കർത്താവിനെ താഴ്ത്താൻ വേണ്ടി ഇപ്പൊ എല്ലാം കൂടെ ചേർന്ന് കൊട്ടാരത്തിന് മുമ്പിൽ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്നുകൊണ്ട് പറയാം, അവനെ ഞങ്ങൾക്ക് വേണ്ട. നന്മ ചെയ്യുന്നവനെ, നല്ലത് പറയുന്നവനെ, നല്ല വഴി ഉപദേശിക്കുന്നവനെ ആർക്കും വേണ്ട. സ്വത്രം. അവർ പറയുന്നത് എന്തുവാ? അവനെ ക്രൂശിക്ക. സ്വത്രം. അത് കേട്ട പീലാത്തോസ് പറയുന്നത് എന്തുവാ? സ്വത്രം. ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
നോക്ക്, ദേശത്തെ സകല മനുഷ്യരും കൂടെ ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഞാൻ എൻ്റെ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, രാജാവേ നീ പറയുന്നത് ശരിയാ, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് അവനെ വേണ്ട. സ്വത്രം സ്വത്രം. എത്ര ലക്ഷം ചെലവാക്കി, എത്ര ദിവസത്തെ ഉറക്കം, സ്വത്രം, എത്ര ദിവസത്തെ പൈതാഹം, പട്ടിണി. രക്ഷപ്പെട്ടോ? രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ പലരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുതിയ ഫ്ലക്സ് പഠിച്ചിട്ട് കാത്തിരുന്നവർ രക്ഷപ്പെടാതെ പോയി. എന്താ കാര്യം? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, കൊടുത്ത കൊല്ലത്ത് കിട്ടും. കേട്ടിട്ടുണ്ടോ? സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, കരയുന്നവന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. പത്രം ഞാൻ പാട്ടൊന്ന് മാറ്റിയതാ. പത്രം നിന്നെ വേദനിപ്പിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ പരസ്യ കൊലമാക്കി നിന്റെ കൂട്ടാളിയെ ദേശത്ത് ഒതുക്കിക്കെട്ടും, നീ ഇനി ഒരിക്കലും ഉയരത്തിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞെ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അതിന് സത്യത്തിന്റെ മറുപടിയായി വെളിപ്പെട്ട് വരുന്ന ലോകമാണ് ഈ ലോകമെന്ന് തിരിച്ചറിയണം. പണ്ടൊക്കെ കുറേ വൈകിട്ടാ പ്രതിഫലം ഉണ്ടായിരുന്നത്. സ്വത്രം. എന്തിനാണെന്നറിയാമോ? ദീർഘക്ഷമ കാണിച്ചതുകൊണ്ട്, മഹാദയ കാണിച്ചുകൊണ്ട്. ഇപ്പൊ കർത്താവ് ക്ഷമിക്കത്തില്ല, സഹിക്കത്തില്ല. അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഓർമ്മയാ കൊടുക്കുന്നത്. സ്വത്രം. ഞാൻ ഒരു കാര്യം ചേർത്ത് പറയട്ടെ. സ്വത്രം. എന്തിനാ ഈ നമ്മുടെ സഹോദരങ്ങൾ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്നതെന്നറിയാം? എന്തിനാ സർക്കാർ ഇത്രയും മദ്യഷാപ്പ് തുറന്നു വച്ചേക്കെന്നറിയാമോ? സ്വത്രം. ഇത് കുടിച്ച് നീ നശിച്ച് നിന്റെ കൊച്ചുങ്ങൾ പെരുവഴിയിലായി എന്നും എൻ്റെ പുറകിൽ നിൽക്കണം. അതിന് ഡെയിലി എത്ര കുപ്പി വേണമെങ്കിലും വാങ്ങിച്ചു, പക്ഷെ ഒരു നേരത്തെ നല്ല ആഹാരം വാങ്ങിച്ചേരത്തില്ല. സ്വത്രം. തരുവോ? സ്വത്രം. പക്ഷേ ആ കുടിച്ച് നിന്റെ കരള് തകരുന്നത് കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ സ്വത്രം, നീ ആരായി മാറും? പാപിയായി മാറും. സ്വത്രം. പക്ഷെ പരിശുദ്ധനായ കർത്താവ് പറയുക, മോനെ, ലോകം മുഴുവനും നിന്നെ വിടക്കെന്നെണ്ണിയാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ പുറത്തൊരു അനുഗ്രഹിക്കപ്പെട്ടവനായി. സ്വത്രം. മദ്യപിച്ച് മതോന്മത്തനായി വഴിയരികിലും വീടിനകത്തും കിടക്കുന്ന നിന്നെ കണ്ടിട്ട് നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ കൂട്ടാളിയും തലയിൽ കൈവച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ ഉയരത്തിലെത്തുന്ന ആ നിലവിളിയുടെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തെറ്റും ചെയ്യാത്ത നോക്ക് യേശുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് സ്വത്രം പിലാത്തോസിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ജനത്തിന്റെ നിലവിളി സ്വർഗം കേട്ടെങ്കിൽ ഈ നല്ല പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച ശുഭഭാവി നിങ്ങൾ വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ജയം തരാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിങ്ങൾ പുറത്തു വരാൻ പോകുന്നത് കരഞ്ഞ് വിലപിച്ചുകൊണ്ടല്ല, സന്തോഷത്തോടെ തൊഴിൽ പശുവിനെ തുള്ളിച്ചാടിയ. സ്വത്രം. സ്വത്രം. ഓക്കെ, അതിന്റെ താട്ട് വായിച്ച മക്കളെ. സ്വത്രം. എടാ, ന്യായം വിധിക്കുന്ന ന്യായാധിപതി, പ്രൈസ് ദി ലോർഡ്, ന്യായം വിധിക്കുന്ന ന്യായാധിപതി ഇവന് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും സ്വത്രം അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ജനത്തിന്റെ മനസ്ഥിതി ഒന്ന് തിരിച്ചറിയണേ. പ്രാർത്ഥിച്ച് ദൈവസനിൽ അത്ഭുതങ്ങളുടെ വിടുതൽ പ്രാപിച്ചിട്ടും ഇന്നലെ വരെ നിന്റെ കണ്ണുനീരിന്റെ ആഴത്തിലേക്ക് നിന്നെ തള്ളിയിട്ടവരിൽ നിന്ന്, നിന്റെ കണ്ണുനീര് തുടച്ചു ചേർത്ത് പിടിച്ച സ്ഥാനത്ത് നിന്ന് നീ തള്ളിക്കളഞ്ഞിട്ട് സ്വത്രം ലോകം പറയുന്നതിന്റെ പുറകെ നീ പോകുമ്പോ ഓർത്തോണം,
പ്രതികൂലം വരുന്നുണ്ട്. അതിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ അപ്പനും കാണത്തില്ല, അമ്മയും കാണത്തില്ല, പള്ളിയിലെ വിശ്വാസിയും കാണത്തില്ല, പാസ്റ്ററും കാണത്തില്ല. കാരണം നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും കൊണ്ടുവന്ന വഴികളും മറന്നിട്ട് സ്വത്രം ഇന്നലെ കുരുത്ത കുമ്മളിന്റെ പുറകെ പറിക്കാനായി ഓടുക. സ്വത്ര സമയത്ത് ഓടിച്ചെന്നില്ലെങ്കിൽ കുമ്മള് പട്ടുപോകുകയും ചെയ്യും, നീ നിരാശപ്പെട്ട് മടങ്ങി വരികയും ചെയ്യും. വേണോ? സ്വത്രം നിത്യമായ സന്തോഷം, നിത്യമായ സമാധാനം, നിത്യമായ നന്മ അതെവിടെ ഉള്ളെന്നറിയാമോ? സർവശക്തന്റെ സന്നിധിയിലേ ഉള്ളു. അത് പ്രാപിക്കുവാൻ സ്വത്രം എന്തു ചെയ്യണം? സ്വത്രം വായിക്കാം. സങ്കീർത്തനം 128:1. യഹോവയെ ഭയപ്പെടണം. സ്വത്രം നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്നെ ലോകം ഭയപ്പെടും. നീ ദൈവത്തെ ഉയർത്തിയാൽ നീ പറയുന്ന ദൈവം കേട്ട് ലോകത്തിൽ നിന്നെ മാനിച്ചുയർത്തും. സ്വത്രം ഭയപ്പെട്ടാൽ മാത്രമേ. ദൈവത്തെ ഭയപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വത്രം ഇന്ന് ദൈവത്തെക്കാൾ കൂടുതൽ ഭയമുള്ള ആരെയാണെന്നറിയാമോ? ഇന്ന് മനുഷ്യരെല്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാ? പിശാചിനെ. എന്താ ഇങ്ങനെ ആയിപ്പോയത്? നോട്ടം ലോകത്തിലായതുകൊണ്ടാ, നോട്ടം മനുഷ്യരിലായതുകൊണ്ടാ, നേട്ടം ലോകത്തിൻ്റെതായതുകൊണ്ടാ, സ്വത്രം കോട്ടം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാ. സ്വരം പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കൊല്ലം ഭാഷ ആയതുകൊണ്ട് ചിലതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സ്വത്രം കാരണം നിങ്ങൾ ഈ വളച്ചും നീട്ടിയും കുറുക്കിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ അനുഗ്രഹമാണ്. സ്വത്രം വ്യക്തമായി പറയട്ടെ, നേട്ടങ്ങളുടെ പുറകെ പോയാൽ കോട്ടങ്ങളെ ആകത്തുള്ളൂ, ദൈവത്തിന്റെ പുറകെ പോയാൽ അനുഗ്രഹം വെളിപ്പെട്ടു വരും. സ്വത്രം എന്താ പറയുന്നത്? ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും വേണം, ദൈവത്തിന് വഴി നടക്കുകയും വേണം. അങ്ങനെ നടന്നാൽ സ്വത്രം നിന്റെ കൈകളുടെ അധ്വാന ഫലം സ്വത്രം സ്വത്രം അവനോട് നടന്നോട്ടെ മക്കളെ. സ്വത്രം വ്യക്തമായി പറയുകയാണ്, നിന്റെ വയറ് പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി ആഹാരം ഇരക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം ഞാനിങ്ങനെ പറയും, 4 നേരവും ചിക്കനും മട്ടനും കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ അപ്പൻ്റെ വചനവും പറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവത്തിന് ഹിതമാണെങ്കിൽ തരും. അത് കിട്ടാന്ന് കരുതി കിട്ടിയില്ല എന്ന് കരുതി പരാതി പറയാൻ പോകണ്ട. കാരണം അത് കൊടുത്തപ്പം ഇസ്രായേൽ ജനം എന്താ പറഞ്ഞ്? ഓ എന്നും ഇതൊക്കെ ഉള്ളു, ഓ എന്നും ഇതൊക്കെ ഉള്ളു, എന്നാ പിന്നെ കൊടുക്കാതിരിക്കാൻ കർത്താവ് അങ്ങ് തീരുമാനിച്ചു. കർത്താവ് തീരുമാനിച്ചു. കുറ്റം പറഞ്ഞപ്പോ കർത്താവ് തീരുമാനിച്ചു, എന്നാ പിന്നെ അവനത് തിന്നട്ടെ. പട്ടിണി വന്നപ്പോ ഉടനെ പറയും, എന്റെ കർത്താവേ ഞങ്ങൾ ഇവിടെ ചുറ്റുള്ള ചീരയുടെ മത്തകയുടെ ഒക്കെ ഫ്രണ്ട് ഇരുന്നതേ ഉള്ളു, തിന്നില്ല. അത് ആമ്പിള്ളേർ തിന്നിട്ടാ അടക്ക ചട്ടിയും കലമാണ് കൊണ്ട് കൊടുത്തത്. അത്രം എന്നാലും എന്താ പറയുന്നത്? പണ്ട് വടിച്ച് തിന്നതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രേഷ്ഠമായത് മൃഷ്ടാന്ന ഭോജനം വെട്ടി വിഴുങ്ങി സ്വത്രം മൂക്കിക്കൂടെ പിഴിഞ്ഞിറക്കി. എന്നാലും പഴയതാ ഓർമ്മ. സ്വത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തുവാ? ദൈവത്തെ മറക്കുന്നവരെ ഓർത്തോണം. ബാക്കി ഞാൻ പറയുന്നില്ല. സ്വത്രം കരുതിയ വിധങ്ങളും നടത്തിയ വഴികളും നിർത്തിയ ആ ദൈവത്തിന്റെ കരുതലും ഒന്ന് ഓർക്കണേ. മഹത്വം ദൈവത്തിനോടുക്ക് ഒട്ടും കുറഞ്ഞു പോകാതെ സ്വർഗത്ര ദൈവം നിങ്ങളെ അന്ത്യത്തോളം നടത്തും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പുറപ്പാട് മാറ്റണ്ട. സ്വത്രം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളെ വിട്ട് തിരിഞ്ഞ് എങ്കിലേക്ക് നോക്കുമെങ്കിൽ നാളെ ഈ നേരത്ത് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ പ്രാപിക്കും. സ്വത്രം
ഈ നല്ല ഞായറാഴ്ച പകൽക്കാലം ദൈവം പറയുക, ഇന്നലെ വരെ നീ ആഗ്രഹിച്ചതും ചോദിച്ചതും ഞാൻ നിനക്ക് തന്നെങ്കിൽ ഇനിയും തരുവാൻ ഞാൻ മതിയായ ദൈവമാ. സ്വത്രം. അതുകൊണ്ട് നിന്റെ അകൃത്യത്തെ നീ മാറ്റിയിട്ട് വിശുദ്ധിയോടെ എന്റെ സന്നിധി വരാൻ. സ്വത്രം. അങ്ങനെ വന്നാൽ എന്താ സങ്കീർത്തനം പറയുന്നത്? 128:2. സ്വത്രം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നാട്ടുകാർ തിന്നുന്നല്ല, നീ തിന്നും. അതും കൊണ്ടാ പറയുന്നത് വെട്ടി തിന്നാൻ പറയുന്നത്, വയറ് നിറച്ച് തിന്നാൻ പറയുന്നത് കൊണ്ടാ. സ്വത്രം. നീ ചത്തൊന്നും പോത്തൊന്നുമില്ല. ഏത് ഡോക്ടർ പറഞ്ഞാലും ഇനി ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ പറഞ്ഞാലും ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം തരുന്നെല്ലാം തിന്നണം. സ്വത്രം. ഒട്ടും തിന്നാതെ ഇരിക്കരുത്. സ്വത്രം. വെള്ളം വിഴുങ്ങുന്നതിനൊക്കെ നല്ലതല്ലേ വല്ലതും തിന്നുന്നത്? സ്വത്രം. അല്ലേ? നിങ്ങൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴേ നല്ല ചൂട് അലുവ ഡിഷിനകത്ത് തട്ടി ഇങ്ങനെ ആ ബേക്കറിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഒരു പീസ് വാങ്ങിച്ച് തിന്ന ആരടിക്കുവോ? കാശ് കൊടുത്താൽ തരത്തില്ലേ? അതിനല്ലയോ വെച്ചേക്കുന്നത്. പിന്നെ എന്തിനാ തിന്നാതിരിക്കുന്നത്? അത് ഇന്നലത്തെ പിന്നെ ഗോവിന്ദൻ ഡോക്ടർ പറഞ്ഞ് തിന്നല്ലേ ചത്തു. വെള്ളം വിഴുങ്ങിയാലും ചാവും. വല്ല മനസ്സിലായോ? വെള്ളം വിഴുങ്ങിയാലും ചാവുന്നേ. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ പൊതുലോകത്തിൽ ജീവിക്കുന്നവരായിട്ട് പോലും നിങ്ങൾക്ക് അത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വാങ്ങി തിന്നണമെന്നേ കർത്താവ് പറഞ്ഞ മരിക്കത്തില്ലെന്ന്. അങ്ങനല്ലേ പറഞ്ഞത്? ഇന്നലെ രാത്രി ഒരു പ്രിയപ്പെട്ട അമ്മച്ചി എന്നെ വിളിച്ചിട്ട്, പാസ്റ്റർ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞത് വല്ലൊരു കയറി പിടിച്ചിട്ടുണ്ടോ? വല്ലൊരു കയറി പിടിച്ചിട്ടുണ്ടോ? അമ്മച്ചി വീട്ടിലുള്ള വാരി തിന്നമ്മച്ചി, ചാവും ഇന്നല്ലെങ്കിൽ നാളെ. ഡോക്ടർ പറഞ്ഞു തിന്നല്ലെന്ന്. ശരി, എന്നാ പിന്നെ തിന്നണ്ട. എന്നെ കേൾക്കുന്ന വിശ്വാസി, ഈ വചനം കേൾക്കുന്ന വിശ്വാസി, കുറെ പട്ടിണി കിടന്നില്ലേ നീ നിന്റെ മക്കളെ വളർത്താൻ? സ്വന്തം. നിന്റെ കൂട്ടാളിക്ക് ആഹാരം വെച്ചിട്ട് നീ പട്ടിണി ഇരുന്നില്ലേ? കലത്തിനകത്തൊന്നുമില്ലെന്ന് ഓർത്ത് കരഞ്ഞപ്പോ ദൈവം നിനക്ക് തന്നു, നീ തിന്നില്ലേ? ഇപ്പൊ ആര് പറഞ്ഞു തിന്നരുതെന്ന്? ഒരു ദിവസമേ ജീവിച്ചുള്ള പോലെ തിന്നു കൂടിച്ച് ചാവന്ന്. ദൈവം പറയുന്നത് എന്തുവാന്നറിയാമോ? കേൾക്കണേ, ശ്രദ്ധ വെച്ച് കേൾക്കണേ. മരണകരമായി യാതൊന്നും തിന്നാലും നീ ചാവത്തില്ല. ഇപ്പൊ ആരോ പറഞ്ഞത് കേട്ടിട്ട് തിന്നാതിരിക്കുക, നിന്റെ കാര്യം പോക്ക്. വേണ്ടെങ്കിൽ എന്റെ കൊടുത്ത ഞാൻ തിന്നോളാം, എനിക്കാണെങ്കിൽ എത്ര കിട്ടിയാലും തിന്നാനുള്ള ആർത്തിയ. പത്രം. എന്തിനാ പറയുന്നത്? നമ്മുടെ ഉപദേശിമാര് വരെ പറയും അത് തിന്നല്ലേ, ഇത് തിന്നല്ലേ. അങ്ങനെ പറയുന്ന ഉപദേശിയുടെ ചവള ഉളക്കാണിക്കണം. ഇയാളെ എവിടുത്തെ ഉപദേശിയ? ഇല്ലയോ? അല്ലയോ ചേ? ഇയാളെ ഒരു പാസ്റ്ററാണോ? ഉപദേശിയുടെ ചള്ളക്ക് അടിക്കണമെന്ന്. പിന്നെ നീ ആരെയാ സേവിക്കുന്നത്? നീ ആരെയാ ഉയർത്തുന്നത്? നീ പേടിച്ച പിന്നെ ആരാ പിന്നെ നിന്റെ കൂടെ നിൽക്കുന്നത്? കർത്താവ് പറഞ്ഞത് നിനക്ക് ദോഷമായി ഒന്നും വരത്തില്ല. സ്വന്തം. തിന്നാലും ചാവും, തിന്നില്ലെങ്കിലും ചാവും. അങ്ങനാണെങ്കിൽ തിന്നിട്ട് ചാവണം. മേളിൽ ചെല്ലുമ്പം കർത്താവിനോട് പറയാം, കർത്താവേ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഷുഗർ കാരണം തിന്നാൻ പറ്റില്ല. ആര് പറഞ്ഞടാ തിന്നരുതെന്ന്? അതാ ഡോക്ടർ. അപ്പൊ നീ ആരെയാ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? സ്വത്രം. സ്വത്രം. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചെങ്കിലും ദൈവ ഇഷ്ടം ചെയ്യാതെ നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ലോകം പറയുന്ന കേട്ട് നീ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്നുള്ള പരാതി പറയുന്നത്? നിനക്ക് ഞാൻ തന്നില്ലേ? തിന്നാന്ന് ആരെയല്ലോ കുഴപ്പമാ? സ്വത്രം. നിനക്ക് ഞാൻ വണ്ടി തന്നില്ലേ? എന്തിനാ തന്നത്? പോവാനല്ലേ തന്നത്? നീ അവിടെ ഇരുന്നോണ്ട് പോവണോന്ന് ചോദിക്കുന്നത് എന്തിനാ? അല്ലേ? ഇനി നിനക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ പറയണമെന്ന് അറിയാമോ? ദൈവമേ നിന്റെ ഹിതമല്ലെങ്കിൽ എന്നെ വിടല്ലേ. ആ സമയത്ത് ഒരു വയറ്റുവേദന വരും, ഇല്ല ഒരു തലവേദന വരും,
ഇല്ലെങ്കിൽ ഒരു നടുവേദന വരും. അപ്പം മനസ്സിലായിക്കണം ഇന്ന് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന്. അതറിയണമെന്നുണ്ടെങ്കിൽ വെളിപ്പാടുണ്ടാവണം, ദർശനം ഉണ്ടാവണം, കൃപയുണ്ടാവണം. സ്തോത്രം. ഇല്ലെങ്കിൽ അന്നത്തെ വണ്ടി താമസിച്ചേ നിർത്തോണം. അന്നേരം മനസ്സിലായിക്കോണം ഇത് ഞാൻ പോകുന്നത് ശരിയല്ലെന്ന്. അതിനിപ്പോൾ ഒരു പ്രവാചകം പറയുകയൊന്നും വേണ്ട. സ്തോത്രം. പക്ഷെ വെളിപ്പാടും ദർശനമുള്ളവരെ ദൈവം ഇഷ്ടം ചെയ്യുന്ന നിന്നെ ഒരു വഴിയിലും ഇരുന്ന് ശത്രു തകർക്കാൻ സമ്മതിക്കത്തില്ല. ഏതെല്ലാം രോഗം നിന്നെ കടന്നു പിടിച്ചാലും അതിനൊക്കെ നീക്കുപോക്ക് വരുത്തി നിന്നെ ആരോഗ്യത്തോടെ ബലത്തോടെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നേ. വിശ്വാസിയായിരിക്കും, അവിശ്വാസി ആവാതെ. എന്താണ്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിട്ടിരിക്കാൻ. പാസ്റ്റർക്ക് ഇതൊക്കെ പറയാം, പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പറ്റും. അനുഭവിക്കുന്ന ഞങ്ങൾക്കല്ലേ അതിന്റെ വേദന അറിയത്തുള്ളൂ. ശരിയല്ലേ? ഭയങ്കര വിശ്വാസിയായിരുന്നു ആര്? മാർത്ത. സ്വത്രം. യേശു പറഞ്ഞെല്ലാം കേട്ടോണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ലാസർ യാത്രപ്പോ വിശ്വാസം പോയി, പ്രത്യേകിച്ച് പോയി, സ്നേഹം പോയി. അപ്പൊ മാർത്ത വിചാരിച്ചിരുന്നു എന്തോന്നറിയാമോ? ലാസർ മരിക്കത്തില്ലെന്ന്. ഇനി മാർത്തയുടെ വിശ്വാസം തന്നെ ഞാനും മരിക്കത്തില്ലെന്ന്. പക്ഷെ കർത്താവ് പറയും മരിക്കും, എന്നാലും അവൻ ജീവിക്കും. സ്വത്രം. സ്വത്രം. അങ്ങനല്ലേ? ലാസർ മരിച്ചു. മാർത്ത പറയുന്നത് എന്തുവാ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്, ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് വരേണ്ട വിപത്തെല്ലാം വരും. കർത്താവ് എന്താ പറഞ്ഞത്? ലോകത്തിൽ ഈ കഷ്ടമെല്ലാം ഉണ്ടെങ്കിൽ ധൈര്യപ്പെട്ടോ, അതിനെ ജയിച്ച് ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീയും ജയിച്ച് പുറത്തു വരും. അപ്പൊ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ നിൽക്കണം. അതുകൊണ്ടാ ധൈര്യത്തോടെ നിന്നിട്ടാ പണ്ടത്തെ അപ്പച്ചനൊരു പാട്ട് പാടിയത്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ. കർത്താവെ കഷ്ടമൊന്നും വരുത്തല്ലേ, പട്ടിണിയൊന്നും വരുത്തല്ലേ. വല്ലപ്പോഴൊക്കെ കഷ്ടവും പട്ടിണിയൊക്കെ വന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് നീ തിരിച്ചറിയത്തുള്ളൂ. അന്നേരം ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ ഉണ്ടാവോ ഇല്ലയോ എന്ന് ദൈവം കാണത്തുള്ളൂ. സ്വത്രം. നമുക്ക് എപ്പോഴും സന്തോഷമാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കത്തില്ല, ദൈവത്തെ ആരാധിക്കത്തുമില്ല, ദൈവസന്നിധി പോവത്തുമില്ല, ആരോടും പിന്നെ ദൈവത്തെ കുറിച്ചൊന്നും പറയത്തുമില്ല. പറയുമോ? വളരെ റെയറായി മാത്രമേ പറയത്തുള്ളൂ. സന്തോഷം കാരണം പിന്നെ എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഓടിക്കൊണ്ടിരിക്കുക, പിന്നെ അവിടെ ദൈവത്തെ ഓർക്കുന്നത്. പത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, നീ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നെങ്കിൽ നീ വിശ്വസിക്കണം, ഞാൻ വീഴാതിരിപ്പാൻ എന്നെ ദൈവം താങ്ങിയിരിക്കുന്നു കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന്. സ്വത്രം. അങ്ങനെ ദൈവസന്നിധി നിലനിൽക്കുന്ന നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പിന്നെന്താ പറയുന്നത്? നീ ശപിക്കപ്പെട്ടവനെന്നല്ല കർത്താവ് പറയുന്നത്. ദൈവത്തിന്റെ വചനപ്രകാരം ദൈവസന്നിധി നിൽക്കുന്നവൻ ഭാഗ്യവാനാണ്. നീ തിന്നുകയും കുടിക്കുകയും ചെയ്യും. നീ തിന്നുകയും കുടിക്കുകയും ചെയ്യും. എവിടുന്ന്? ദൈവം തരുന്ന നിന്റെ കൈകളുടെ അധ്വാന ഫലത്തിൽ നിന്ന്. അടുത്ത സ്വത്രം. ദൈവത്തിന്റെ സന്നിധി നിന്ന് നീ ചൊറിയണം പോലെ ഇരിക്കും. എപ്പോഴും ചൊറിഞ്ഞിരിക്കണം എന്നല്ല പറഞ്ഞത്. സ്വത്രം. പ്രവൃത്തിരിക്കും എന്നല്ല പറഞ്ഞത്. സ്വത്രം. മത്സരിച്ച് പിണങ്ങിയിരിക്കും എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഭാഗ്യവാനായിരിക്കും. സ്വത്രം. അങ്ങനെ ഇരിക്കുന്ന നിന്റെ കൊച്ചുങ്ങൾ തെണ്ടി നടക്കുമെന്നല്ല. മനസ്സിലായോ? നിന്റെ കൊച്ചുങ്ങൾ തെണ്ടി നടക്കും എന്നല്ല വചനം പറയുന്നത്. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. സ്വത്രം. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്വത്രം. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സ്വത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ ബുദ്ധി ഉള്ള സ്വത്രം മനുഷ്യനായി മാറണം. ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം സ്വത്രം ദൈവസന്നിധി നിൽക്കണം. സ്വത്രം. അങ്ങനെ നിന്നാൽ സ്വത്രം മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്വത്രം.
ആരവാരവും അധികമാകുന്നത് കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ജനം നിർനിമേഷരായി നിൽക്കുമ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അവനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ പാപം മുഴുവനും കഴുകിക്കളഞ്ഞ് ദൈവത്തിന് നീതിക്ക് വേണ്ടി അപേക്ഷിച്ച ആ പിലാത്തോസിനെ പോലെ നമുക്കും പറയാം, കർത്താവേ, എൻ്റെ അകൃത്യങ്ങളെ മായിച്ച് പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ കണ്ണുനീര് തുടച്ച് ഇന്നുവരെയും എന്നെ നിർത്തിയ അങ്ങയ്ക്ക് നന്ദി. നിന്റെ സന്നിധി വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ലോകം പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകുവാൻ എനിക്കിടവരല്ലേ. നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നിത്യതയോളം സന്തോഷത്തോടെ കടന്നു വരുവാൻ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കൂട്ടാളിയെയും സഹായിക്കണമെന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം. അവൻ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനായകയാൽ അവിശ്വസ്തന്റെ ബലമുള്ള കരത്തിൽ നമുക്ക് നമ്മെ താഴ്ത്തി കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം, അപ്പാ, നിന്റെ കൃപ മാത്രം മതിയെന്ന്. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ നല്ല പകൽക്കാലം ദൈവം നമുക്ക് തന്ന നല്ല ആരാധനയ്ക്ക് വിശുദ്ധ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം.